ദേശീയ തലത്തിൽ നടത്തിയ ശുചിത്വ സർവേയിൽ ഏറ്റുമാനൂർ ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റികൾക്ക് സിംഗിൾ സ്റ്റാർ പദവി ലഭിച്ചു. ദേശീയ തലത്തിൽ നഗരസഭകൾക്കുള്ള ശുചിത്വ സർവേയിൽ ജില്ലയിൽ നിന്ന് ആദ്യമായാണ് 2 നഗരസഭകൾ സിംഗിൾ സ്റ്റാർ പദവി നേടുന്നത്. തുറസായ മലമൂത്ര വിസർജന രഹിത പ്രദേശങ്ങളാക്കി നിലനിർത്തിയതിലൂടെ ജില്ലയിലെ പാല, ചങ്ങനാശ്ശേരി, വൈക്കം നഗരസഭകൾക്ക് ODF+ പദവിയും ലഭിച്ചു. ശുചിത്വ മിഷനും നഗരസഭകളും സംയുക്തമായി പ്രവർത്തിച്ചതിൽ ഹരിതകർമ്മസേന, ശുചീകരണ തൊഴിലാളികൾ എന്നിവരുടെ സജീവമായ പ്രവർത്തനവും ചങ്ങനാശ്ശേരി നഗരസഭയിലും കുമരകത്തുമുള്ള മൊബൈൽ സെപ്റ്റേജ് ട്രീറ്റ്മെന്റ് യൂണിറ്റിന്റെ പ്രവർത്തനവും റാങ്കിംഗ് മുൻവർഷത്തേക്കാൾ മെച്ചപ്പെടാൻ കാരണമായി. ഉറവിട മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ, MCF, മിനി MCFകൾ, ബോട്ടിൽ ബൂത്തുകൾ, പൊതു ശൗചാലയങ്ങൾ, ഹരിത ടൗൺ, ഹരിത സ്ഥാപനങ്ങൾ, മാലിന്യ ശേഖരണം എന്നിവയും റാങ്കിംഗ് ഉയർത്തി. കഴിഞ്ഞ വർഷം 3714 സ്ഥാനത്തായിരുന്ന ഏറ്റുമാനൂർ ഈ വർഷം 219 സ്ഥാനം നേടിയപ്പോൾ 4056 സ്ഥാനത്തായിരുന്ന ഈരാറ്റുപേട്ട 562 സ്ഥാനമാണ് ഈ വർഷം നേടിയത്. ഏറ്റുമാനൂർ നഗരസഭയ്ക്ക് ലഭിച്ച അംഗീകാരം കൂട്ടുത്തരവാദിത്വത്തിന്റെ നേട്ടമാണെന്ന് നഗരസഭാ അധ്യക്ഷ ലവ്ലി ജോർജ് പറഞ്ഞു. അഭിമാനിക്കാവുന്ന ഒരു നേട്ടത്തിലേക്കാണ് ഈ തവണ വന്നിരിക്കുന്നത്. സംസ്ഥാന തലത്തിൽ 10ാം സ്ഥാനത്തേക്ക് വന്നിരിക്കുകയാണ്. നമ്മുടെ ഏറ്റുമാനൂർ നഗരസഭയിലെ കൗൺസിലർമാരുടെയും ഉദ്യോഗസ്ഥരുടെയും ഹരിതകർമ്മ സേനാംഗങ്ങളുടെയും സജീവമായ പ്രവർത്തനം ഇതിന് ഏറ്റവും നല്ല ഒരു അംഗീകാരമായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഹെൽത്ത് വിഭാഗത്തിലെ ഉദ്യോഗസ്ഥർ, സെക്രട്ടറി, സൂപ്രണ്ട് അടക്കം കൗൺസിലർമാരെല്ലാവരുടെയും സജീവ സാന്നിധ്യം ഈ അംഗീകാരത്തിന് ഏറ്റവും അഭിമാനകരമായ ഒരു കാര്യം തന്നെയാണ്. ഈ വലിയ അംഗീകാരത്തിലേക്ക് ഏറ്റുമാനൂർ നഗരസഭ കടന്നു വന്നത് MCFകൾ, മിനി MCFകൾ, ബോട്ടിൽ ബൂത്ത്, അതുപോലെ തന്നെ എല്ലാ വീടുകളിലും മാലിന്യ സംസ്കരണത്തിനുള്ള ഉപാധികളായിട്ടുള്ള റിംഗ് കമ്പോസ്റ്റ്, ബക്കറ്റ് കമ്പോസ്റ്റ്, ബയോ ബിന്ന്, നിരവധിയായ മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങളുമായിട്ട് എല്ലാ വീടുകളിലും എത്തിക്കുവാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒഴിഞ്ഞു കിടക്കുന്ന പ്രദേശങ്ങൾ സ്നേഹാരാമ പദ്ധതിയിലൂടെ വൃത്തിയാക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. പല സ്ഥലങ്ങളിലും മോശം സ്ഥലങ്ങളിലൊക്കെ പെയിൻ്റ് അടിച്ചും അതുപോലെ വൃത്തിയാക്കുന്നതിന് വേണ്ടിയിട്ടും ഒക്കെ നഗരസഭയുടെ പ്രവർത്തനം ഏറ്റവും അഭിമാനകരമായിട്ട് മുന്നോട്ട് പോയതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഈ അംഗീകാരം ലഭിക്കുവാൻ സാധിച്ചത്. പ്രവർത്തന മികവും ജനസംഖ്യയും പരിഗണിച്ചാണ് റാങ്കിംഗ് നിശ്ചയിച്ചത്. ഹരിതകർമ്മ സേനയുടെയും ശുചീകരണ തൊഴിലാളികളുടെയും പ്രവർത്തനങ്ങൾ, മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ, പൊതു ശുചിമുറികൾ, MCFകൾ എന്നിവ പരിശോധിച്ചാണ് ശുചിത്വ സർവേ റിപ്പോർട്ട് തയ്യാറാക്കിയത്.